വേഷം ധരിച്ച ജൂതൻ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നുവന്ന് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഷിയത്തു അലി, അലിയുടെ കക്ഷി എന്ന് പറയുന്ന ഷിയായിസം എന്ന് പറയുന്ന പുതിയൊരു ഏർപ്പാട് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ സഹാബത്തിനെ തള്ളിപ്പറയുന്ന, റസൂലുള്ളാഹിയുടെ ചര്യയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ വന്നപ്പോ ഇവരെ എതിർക്കുന്ന വിഭാഗം റസൂലിനെയും സഹാബത്തിനെയും അംഗീകരിക്കുന്ന കക്ഷി എന്ന പേര് സ്വാഭാവികമായും വന്നു. അങ്ങനെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പ്രസിദ്ധമായ പേര് നമ്മുടെ നാട്ടിലും ചുറ്റുഭാഗങ്ങളിലും അതേപോലെ തന്നെ സത്യമാർഗം അംഗീകരിക്കുന്നവരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പദം നേരിട്ട് ഖുർആനിലോ ഹദീസിലോ ഇല്ലെങ്കിലും മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, കഴിഞ്ഞുപോയ സമൂഹം 72 വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട്, എന്റെ സമുദായം 73 കക്ഷിയായി മാറും. ഇത് പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ആരെക്കുറിച്ചായി നരകത്തിലായെന്ന് പറഞ്ഞത്? ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്നാണ് നേരത്തെ പറഞ്ഞ പദപ്രയോഗം. എന്റെ സമുദായം അഥവാ മുസ്ലിം ഉമ്മത്ത് 73 കക്ഷികളാകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. അവിടെ റസൂലുള്ളാഹി നിർത്തിയില്ല, ഇല്ലാ വാഹിദ, മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു വിഭാഗം ഒഴികെ, ഒരു കക്ഷി ഒഴികെ എല്ലാവരും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആരാണ് ഒരു വിഭാഗം? ആ ഒരു വിഭാഗത്തെ പറ്റി സമസ്തക്കാരെന്നോ മുജാഹിദുകളെന്നോ എന്നൊന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബീ, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തെ മുറുകെ പിടിക്കുന്നവർ. വിജയിക്കുന്ന കക്ഷി 73 വിഭാഗങ്ങളിൽ ഒരു കക്ഷി വിജയിക്കുമെന്ന് പറഞ്ഞ ആ ഒരു കക്ഷിയുടെ പ്രത്യേകത മാ അന അലൈഹിൽ യൗം, ഇന്ന് ഞാൻ ഏതൊരു മാർഗത്തിലാ ആ മാർഗം. വ അസ്ഹാബീ, എന്റെ സ്വഹാബത്തും, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തെ മുറുകെ പിടിക്കുന്നവർ. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന, സുന്നത്തിന്റെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ ആളുകൾ. വൽ ജമാഅ, അൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹാബത്താണ്. അപ്പോൾ റസൂലുള്ളാഹി, അതാണ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് കൊടുത്ത വിശദീകരണം ഈ രൂപത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഒരു വിഭാഗം അത് മാത്രമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ എന്ന് സലഫികൾ പറയുന്നത്. അതുകൊണ്ടാണ് സമസ്തക്കാർ ഞങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഞങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ ഒരു മാർഗ്ഗേ വിജയിക്കൂ എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ് ഈ മാർഗം? ആ മാർഗം ഏതാണ് എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ അണിനിരക്കുകയും വേണം. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിൽ അണിനിരക്കുകയല്ലാതെ വിജയത്തിന് മറ്റൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ മാർഗം ഏതാണ് എന്നത് കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച വിഷയങ്ങളിൽ പ്രധാനമായ 2 കാര്യങ്ങളാണുള്ളത്. അവിടുത്തേക്ക് വഹിയായി ലഭിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തത് ആ ഖുർആനിന്റെ വിശദീകരണമായി റസൂലുള്ളാഹിക്ക് ലഭിച്ച വഹിയെ ഹദീസാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹ്, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം. വറസൂൽ, റസൂലിലേക്ക് മടക്കണം. അയൽ ഹദീസ്, ഹദീസിലേക്ക് മടക്കണം. അപ്പൊ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമുക്ക് ഓതിത്തരികയാണ്. അപ്പോ മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്. വസുന്നത്തു റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ഖുർആനും ഹദീസും. പിന്നെ എന്താ സ്വഹാബത്തിന്റെ സ്ഥാനം?
സ്വഹാബത്തിന്റെ സ്ഥാനം ഈ ഖുർആനും ഹദീസും നമ്മൾ ഓരോരുത്തരും ഡിക്ഷണറി എടുത്ത് അർത്ഥം നോക്കി നമ്മുടെ ബുദ്ധിയിൽ വെച്ച് ചിന്തിച്ചിട്ട് ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഖുർആനിൽ നിന്നും ഖുർആനും ഹദീസും ആദ്യമായി കേട്ടത് സ്വഹാബത്താണ്. റസൂൽ ഒരു ഖുർആൻ ആയത്ത് ഓതുമ്പോ അത് കേൾക്കാൻ സ്വഹാബത്ത് അവിടെയുണ്ട്. റസൂൽ അത് വിശദീകരിച്ച് ഹദീസുകൾ പറയുമ്പോൾ അത് കേൾക്കാൻ സ്വഹാബത്ത് അവിടെയുണ്ട്. അപ്പൊ ഓരോ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏറ്റവും കൂടുതൽ അറിയുക പ്രഥമ സംബോധിതർ പ്രൈമറി ഓഡിയൻസായ സ്വഹാബത്തിനാണ്. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ വിശദീകരണം. ആ സ്വഹാബത്തിന് വല്ല അബദ്ധവും പറ്റിയാൽ തിരുത്താൻ റസൂൽ അവരോടൊപ്പമുണ്ട്. അതാണ് സ്വഹാബത്തിന്റെ സ്ഥാനം. സ്വഹാബത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻ, അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് സ്വഹാബത്ത്. ഖുർആൻ പ്രശംസിച്ചു പറഞ്ഞവർ. വസ്സാദിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലും പറയുന്നുണ്ട്. മുൻകടന്നു പോയ സ്വഹാബാക്കളായ ആളുകള് അവരുടെ മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വഹാബാക്കളുടെ മാർഗം എന്നത് ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി സലഫികൾ എന്ന് പറയുന്നത്. സലഫ് എന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ് അർത്ഥം. മുൻഗാമികൾ. സലഫികൾ മുൻഗാമികൾ. ആ മുൻഗാമികളിൽ ഒന്നാം സ്ഥാനം സ്വഹാബത്തിനാണ്. അപ്പൊ സലഫികൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ പിൻപറ്റുന്നവർ. സ്വഹാബത്ത് എന്തു പറഞ്ഞോ അതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സ്വഭാവമാണ് സലഫികൾക്കുണ്ടാകേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ സത്യമാർഗം, അതിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആനും ഹദീസും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കീരിയോട് പ്രദേശത്ത് മുജാഹിദുകളായി ആരും ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല. മറിച്ച് ഇവിടെ ജനിച്ചു വളർന്ന ഈ നാട്ടിലുള്ള, ഈ നാടിന്റെ ഗന്ധമുള്ള, ഈ നാട്ടുകാർക്കറിയുന്ന, ഈ നാട്ടിലെ വീടുകളിൽ ജീവിക്കുന്ന, ഇവിടെ മാതാപിതാക്കളുള്ള ഈ നാട്ടുകാരായ ആളുകൾ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് ഇന്നതാണെന്ന് പറയുമ്പോ അത് കേൾക്കാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുവാനും, അപ്പോൾ സത്യമാർഗം ഇന്നതാണ് എന്ന് വ്യക്തമാകുമ്പോ എങ്കിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് എങ്ങനെ സത്യത്തെ മൂടിവെക്കും എന്നതുകൊണ്ട് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ നമ്മുടെ നാട്ടിലുള്ള പല കാര്യങ്ങളെയും എതിർക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ മുമ്പേ ഉള്ളതല്ലേ ആയിരിക്കാം, പക്ഷെ ആ മുമ്പിന്റെ അതിർത്തി സ്വഹാബത്തിലേക്ക് എത്തില്ല. സ്വഹാബത്ത് വരെ ഉണ്ടോ എങ്കിൽ നമ്മൾ സ്വീകരിക്കും. സ്വഹാബത്തിന്റെ കാലത്തുള്ള നടപടിക്രമമല്ല നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ ആ സ്വഹാബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതല്ല കേട്ടോ ചെയ്യേണ്ടത്, ഇതല്ല കേട്ടോ ശരി എന്ന് പറയുന്നത്. സ്വഹാബത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, സ്വഹാബാക്കളുടെ മാർഗത്തിൽ അതില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള നിഷ്പക്ഷമതികളായ ആളുകളെല്ലാം